ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. യേശുവേ ആരാധന. ദൈവവചന ശുശ്രൂഷയിലേക്ക് യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സ്വാഗതം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവ് തൻ്റെ പ്രിയപ്പെട്ട ജനത്തെ ദൈവവചനത്തിന് വേണ്ടി ഒരുമിച്ച് കൂട്ടുന്ന സമയത്ത് തൻ്റെ കൃപയും കരുണയും അവരുടെ മേൽ അത്ഭുതകരമായി വർഷിക്കാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അവരെ പലതരത്തിലുള്ള പിശാചിൻ്റെ തട്ടിപ്പ് അവരെ അത് തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കും. എന്നാൽ ഒരു വിശ്വാസി അതിനെ അതിജീവിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ ആത്മീയ കാര്യങ്ങളിൽ മുന്നോട്ട് പോകണം. ഒരു വ്യക്തിയുടെ അനുഭവം നമുക്ക് ശ്രദ്ധിക്കാം. എൻ്റെ പേര് ജൂസി. ഞാൻ എറണാകുളത്ത് നിന്ന് വരുന്നു. പക്ഷേ ഞാൻ ഈ നാട്ടിൽ ജനിച്ചു വളർന്ന കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ സാക്ഷ്യം ഇവിടെ തന്നെ സാക്ഷ്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. പച്ച ചെക്കടിക്കാട് എന്ന് പറഞ്ഞാൽ ഇവർക്ക് എന്തോ പ്രിയപ്പെട്ട ഒരു സ്ഥലമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. പറഞ്ഞോ. എൻ്റെ മകൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ സാക്ഷ്യം പറയുന്നത്. 2009 മുതൽ പാലുൽപ്പന്നങ്ങളും അലർജിയായ കുട്ടിയാണ് ഇത്. പാലുൽപ്പന്നങ്ങളോ എന്ത് തന്നെ ദേഹത്ത് വീണാൽ പോലും പെട്ടെന്ന് തന്നെ റെസ്പിറേറ്ററി സിസ്റ്റത്തെ അഫക്റ്റ് ചെയ്തുകൊണ്ട് അവൾക്ക് ശ്വാസം മുട്ടലുണ്ടാകുന്ന ഒരവസ്ഥയാണ്. അവൾ കരുനീലിച്ചു പോകുന്ന ഒരവസ്ഥയിൽ കൂടി കഴിഞ്ഞുപോയ കുട്ടിയാണ് ഇത്. 2010 മുതൽ എൻ്റെ സഹോദരി എന്നോട് പറയാറുണ്ട്, വട്ടായിലച്ഛൻ്റെ ധ്യാനം കൂടി ചേച്ചി, കൊച്ചിന് സൗഖ്യം കിട്ടും. പക്ഷേ ഞാൻ സിംഗപ്പൂരിലായിരുന്നത് കൊണ്ട് എനിക്ക് ഈ ധ്യാനം കൂടുവാൻ സാധിച്ചിരുന്നില്ല. 2015 മറൈൻ ഡ്രൈവിലെ ധ്യാനത്തിൽ ഞാൻ പോകുകയുണ്ടായി. മക്കളോട് ഞാൻ ആദ്യത്തെ ദിവസത്തെ ധ്യാനത്തിലുണ്ടായ കാര്യങ്ങൾ വന്ന് പറയുകയും കുട്ടികളിൽ ഒത്തിരി വിശ്വാസം ഉണ്ടാകുകയും ചെയ്തു. ഇതൊരു പ്രധാനപ്പെട്ട സംഭവമാണ്. നമ്മളിങ്ങനെ കൂടിയിട്ട് വീട്ടിൽ പോയിരുന്ന പോരാ, വീട്ടിൽ ചെന്ന് പിള്ളേരെല്ലാം വിളിച്ചു കൂട്ടി ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് കേൾപ്പിച്ച് അവരുടെ ഉള്ളിൽ ഒരു ദാഹം, ഒരു ആഗ്രഹം ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി ജനിപ്പിക്കണം. ഈ ചേച്ചിക്ക് പരിശുദ്ധാത്മാവ് ഒരു കൃപ കൊടുത്തു. വീട്ടിൽ ചെന്ന് എല്ലാം വർണ്ണിച്ച് പറഞ്ഞു. അപ്പോൾ പിള്ളേർക്ക് എനിക്കും പോകണം. എന്നിട്ട് പിറ്റേ ദിവസം ഞാൻ ധ്യാനം കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ മോൾ എന്നോട് ചോദിക്കുന്നത്, അമ്മ എൻ്റെ പേര് വിളിച്ചു പറഞ്ഞോ, എനിക്ക് സൗഖ്യം കിട്ടിയോ എന്നാണ്. പിറ്റേ ദിവസം ഞങ്ങൾ ചെന്നു, അച്ഛനില്ല. ഞായറാഴ്ച അച്ഛൻ വന്നിരുന്നു. ആ തിക്കിലും തിരക്കിലും ഞാൻ ഈ പിള്ളേരുമായിട്ട് അവിടെ തന്നെ നിന്നു. അച്ഛൻ കൈവച്ച് പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു, മോക്ക് ഇതേപോലെ അലർജി ഉണ്ട് എന്ന്. അപ്പോൾ അച്ഛൻ പറയുന്നത് ഞാൻ കേട്ടത് ഇങ്ങനെയാണ്, ഈശോ രക്ഷിക്കട്ടെ എന്ന്. പക്ഷേ കൊച്ചു കേട്ടത് ഈശോ രക്ഷിച്ചിരിക്കുന്നു എന്നാണ്. അതാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം. ആവശ്യമുള്ളത് കേൾപ്പിക്കുള്ളൂ. പെട്ടെന്ന് തന്നെ അവൾ എന്നോട് പറഞ്ഞു, എനിക്ക് മഞ്ച് മേടിച്ചു തരണം, കാരണം ചോക്ലേറ്റോ അങ്ങനെയുള്ള ഒരു സാധനങ്ങളോ ഈ കുട്ടി തിന്നിട്ടില്ല. അപ്പൊ ഈ പാലിന് ചോക്ലേറ്റ്, മഞ്ച്, പിന്നെ ഐസ്ക്രീം അല്ലേ, ഒന്നും കഴിക്കാൻ പാടില്ല. പാല്, ബൂസ്റ്റ് ഒന്നും കഴിക്കാൻ പാടില്ല. ഹോർലിക്സ് അല്ലേ. അങ്ങനെ ഞാൻ പെട്ടെന്ന് മിൽക്ക് ബാർ മേടിച്ചു കൊടുത്തു. അവള് കഴിച്ചു, കുഴപ്പമില്ല. വീട്ടിൽ വന്നു, ഞാൻ ചായ കൊടുത്തു, കുഴപ്പമൊന്നുമില്ല. എങ്കിലും ഇവൾ കരഞ്ഞിട്ട് ഇവക്കൊരു ജലദോഷം പോലെ കണ്ടു. അപ്പം ഞങ്ങൾക്ക് പേടിയായി. വിശ്വാസത്തിൽ ഒരു ചെറിയ മാറ്റങ്ങളുണ്ടായി. പെട്ടെന്ന് തന്നെ മോൻ എന്നോട് പറഞ്ഞു, അമ്മേ നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം, പരിശുദ്ധ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാം അമ്മയെന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടെ നിന്ന് മുട്ടുമേ നിന്ന് ജപമാല അർപ്പിച്ച് പ്രാർത്ഥിച്ചു. അവളിലുണ്ടായ ആ ജലദോഷം കംപ്ലീറ്റ് ആയിട്ട് ദൈവം എടുത്തു മാറ്റി. പിറ്റേ ദിവസം ഞങ്ങൾ വീണ്ടും ധ്യാനത്തിന് അവിടെ ചെന്നു. അന്ന് ഇതേപോലെ ഒരു സാക്ഷ്യം പറയുന്നുണ്ടായിരുന്നു ഒരമ്മ, മക്കളുടെ അലർജി മാറിയ കാര്യം. ഇത് കേട്ടുകൊണ്ട് ഇവർ സ്തുതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മക്കള്. അച്ഛൻ കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ഛൻ വിളിച്ചു പറഞ്ഞു, ഈ സാക്ഷ്യം കേട്ടുകൊണ്ടിരുന്നപ്പോൾ പ്രാർത്ഥിച്ച 9 മക്കളെ ദൈവം സൗഖ്യപ്പെടുത്തുന്നു എന്ന്. അന്നേരമാണ് ഇവൾക്ക് വിശ്വാസമായതും. ഇവൾ അന്നേരം തൊട്ടിരുന്ന് മുട്ടായി തീറ്റിയും എല്ലാം തന്നെ കഴിക്കുന്നുണ്ട്. ഇതുവരെ ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ ഇവർക്കുള്ള ഇതുവരെ ഒരലർജിയും ഞങ്ങൾ കണ്ടിട്ടില്ല. പാലുൽപ്പന്നങ്ങളും കഴിക്കുമ്പോൾ ഉണ്ടായിരുന്ന സർവ്വ അലർജികളും മാറി. അതിൽ ഇതുവരെ കഴിക്കാതിരുന്ന മുഴുവനും കഴിച്ച് വണ്ണം പണ്ടത്തെക്കാലം കൂടിപ്പോയി. എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഇതേ മാതിരി നമ്മുടെ ജീവിതത്തിൽ ഓരോ കാലങ്ങളായി നമ്മൾ ചികിത്സിച്ചിട്ടും മെഡിസിൻ എടുത്തിട്ടും പലതരത്തിലുള്ള വൈദ്യം പ്രയോഗിച്ച് നോക്കിയിട്ടും മാറാത്ത പല തിന്മകളും നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് കർത്താവ് ബഹിഷ്കരിക്കും. നമ്മുടെ ശരീരത്തിൽ നിന്ന് കർത്താവ് അതിനെ ശാസിച്ച് ബഹിഷ്കരിക്കും. നമ്മുടെ സ്വഭാവത്തിൽ നിന്ന് കർത്താവ് അതിനെ ഒഴിപ്പിക്കും. നമ്മുടെ കുടുംബത്തിൽ നല്ല വ്യത്യാസങ്ങൾ ദൈവവചന ശുശ്രൂഷയിലൂടെ കർത്താവ് തരും. എന്നുറക്കെ പറഞ്ഞ് ഹല്ലേലൂയ. കൈകൾ ഉയർത്തി കൈയടിച്ച് കർത്താവിനെ ആരാധിക്കാം. അബ്രഹാമിൻ ദൈവം
ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം, എന്റെയും ദൈവം. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം, എന്റെയും ദൈവം, എന്റെയും ദൈവം. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ ആരാധന. യേശുവേ ആരാധന. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നിമിഷങ്ങളിൽ നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് നമ്മുടെ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മുടെ ഹൃദയം തുറന്ന് എളിമയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, എന്നെയും എൻ്റെ കുടുംബത്തെയും സഹായിക്കണം. എന്നെയും എൻ്റെ മക്കളെ അങ്ങ് അനുഗ്രഹിക്കണം. എൻ്റെ കുടുംബാംഗങ്ങളെ അങ്ങ് അനുഗ്രഹിക്കണം. ഇന്ന് ഈ സമയം ദൈവസന്നിധിയിലേക്ക് ഹൃദയത്തിൻ്റെ നെടുവീർപ്പുകളെ ഉയർത്തുകയാണ്. കുടുംബാംഗങ്ങൾ ആരെങ്കിലും വരാനുണ്ടെങ്കിൽ ഇപ്പോൾ അവരെയും കൂട്ടുക. മക്കളെ, ലക്ഷക്കണക്കിന് ആളുകൾ ലോകത്തിൻ്റെ നാനാ പ്രദേശങ്ങളിലിരുന്ന് യേശുക്രിസ്തുവിനെ വിളിച്ച് ആരാധിക്കുന്ന സമയമാണ്. ഇതൊരു അത്ഭുതത്തിൻ്റെ സമയമാണ്. കാലങ്ങളല്ല കെട്ടുകൾ അഴിയുകയാണ്, അന്ധകാരങ്ങൾ മാറുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ വൻ കാര്യങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്. കൈകൾ നന്നായിട്ട് ഉയർത്തി പിടിക്കുക, മടി വിചാരിക്കരുത്, ഹൃദയം തുറക്കുക. എത്ര ഉറക്കെ യേശുവിനെ നാമം വിളിച്ച് ആരാധിക്കാമോ, എത്ര ഉറക്കെ യേശുവിനെ സ്തുതിക്കാമോ, അത്ര ഉറക്കെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 ഞങ്ങളങ്ങ് ആരാധിക്കുന്നു, ഞങ്ങളങ്ങ് ആരാധിക്കുന്നു. യേശുവിന്റെ ആത്മാവേ, ഇപ്പോൾ നിറയണമേ, ഇപ്പോൾ കൃപയായി മാറണമേ. ക്ഷീണങ്ങളിലേക്ക് വരണമേ, തകർച്ചകളിലേക്ക് വരണമേ, കണ്ണുനീരിലേക്ക് വരണമേ, ദുഃഖങ്ങളിലേക്ക് വരണമേ. കൈകൾ ഉയർത്തി യേശുവിന്റെ ആത്മാവേ, യേശുവിന്റെ ആത്മാവേ, ഇപ്പോൾ വ്യാപരിക്കണമേ. Holy fire, fire. യേശുവിന്റെ ആത്മാവേ, ഇപ്പോൾ നിറയണമേ. പരിശുദ്ധാത്മാവേ, അരുവിയേ, യേശുവിന്റെ ആത്മാവേ, ഈ കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കണമേ. പരിശുദ്ധാത്മാവേ, സ്വർഗീയ ശക്തിയാൽ നിറയ്ക്കൂ. ഇപ്പോൾ വരദാന ഫലങ്ങൾ നൽകൂ. പരിശുദ്ധാത്മാവേ, സ്വർഗീയ ശക്തിയാൽ നിറയ്ക്കൂ. പരിശുദ്ധാത്മാവേ, വരദാന ഫലങ്ങൾ നൽകൂ. പരിശുദ്ധാത്മാവേ, വരദാന ഫലങ്ങൾ ഇടപെടണമേ, ഇടപെടണമേ. ഓരോ ഹൃദയങ്ങളെ നിറയ്ക്കണമേ. ഉന്നത കൃപകൾ നിറയട്ടെ, പ്രാർത്ഥനാ ചൈതന്യം നിറയട്ടെ, വരദാനങ്ങൾ നിറയട്ടെ, അരൂപി നിറയട്ടെ, പ്രാർത്ഥനാ ചൈതന്യം നിറയട്ടെ, ക്ഷമ നിറയട്ടെ, സ്നേഹം നിറയട്ടെ, സമാധാനം നിറയട്ടെ, സന്തോഷം നിറയട്ടെ, ഉണർവ് നിറയട്ടെ, കൃപ നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ, ഇപ്പോൾ അങ്ങയുടെ അഭിഷേകം കൊണ്ട് പൂരിതമാക്കണമേ. കുട്ടികളെ അങ്ങ് അനുഗ്രഹിക്കുന്ന കർത്താവേ, ബാലികാ ബാലന്മാരെ അനുഗ്രഹിക്കുന്ന കർത്താവേ, യുവതിവാക്കന്മാരെ അനുഗ്രഹിക്കുന്ന കർത്താവേ, ഓരോ മക്കളെ അനുഗ്രഹിക്കുന്ന കർത്താവേ, തകർന്നിരിക്കുന്നവരെ അനുഗ്രഹിക്കുന്ന കർത്താവേ, കടബാധ്യതയുള്ളവരുടെ ജീവിതങ്ങളിലേക്ക് വരണമേ കർത്താവേ. രണ്ട് കരങ്ങൾ ഉയർത്തി യേശുവിന്റെ ആത്മാവേ എന്നിൽ നിറയണമേ. ദാഹിച്ച് പ്രാർത്ഥിക്കുന്നു, കരങ്ങൾ ഉയർത്തി ഉറക്കെ വിളിക്കുന്നു, യേശുവിന്റെ ആത്മാവേ, യേശുവിന്റെ ആത്മാവേ, അത്ഭുത ശക്തിയേ, പരിശുദ്ധാത്മാവേ, ഇപ്പോൾ നിറയണമേ. യേശുവിന്റെ ആത്മാവേ, പരിശുദ്ധാത്മാവേ, അരുവിയേ, യേശുവിന്റെ ആത്മാവേ, പരിശുദ്ധാത്മാവേ, സ്വർഗീയ ശക്തിയാൽ നിറയ്ക്കണമേ പരിശുദ്ധാത്മാവേ. വരദാന ഫലങ്ങൾ ഓരോ മക്കളെ നിറയ്ക്കണമേ പരിശുദ്ധാത്മാവേ. സ്വർഗീയ ശക്തിയാൽ നിറയ്ക്കൂ. ക്ഷമ നഷ്ടപ്പെട്ട ഹൃദയങ്ങൾക്ക് ക്ഷമ നൽകണമേ. ഫലങ്ങൾ നൽകൂ. സ്നേഹം നഷ്ടപ്പെട്ട ഹൃദയ സ്നേഹം നൽകണമേ. ശക്തിയാൽ നിറയ്ക്കൂ. അഭിഷേകം നഷ്ടപ്പെട്ട ഹൃദയങ്ങൾക്ക് അഭിഷേകം നൽകണമേ. നൽകൂ. ഹല്ലേലൂയ, വരദാന ഹല്ലേലൂയ. ഫലങ്ങൾ നൽകൂ. ആരാധന, ആരാധന. ഫലങ്ങൾ നൽകൂ. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഓരോ കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമുക്കിരിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നൽകിയിരിക്കുന്ന ഈ ഒരു നിമിഷങ്ങൾ വളരെ ഉന്നതമായ നിമിഷങ്ങളാണ്. സ്വർഗത്തിൻ്റെ ദൂതുകളെ കേൾക്കാൻ ദൈവം നമ്മുടെ കുടുംബത്തെ അനുഗ്രഹിക്കുന്ന നിമിഷങ്ങളാണിത്. ഈ അവസരത്തിൽ
ഓരോ മകനും മകളും എൻ്റെ ദൈവമേ എന്നോട് സംസാരിക്കണമേ എന്ന് പറഞ്ഞ് എളിമയോടെ ദൈവവചനത്തിന് മുമ്പിൽ നിലകൊള്ളണമെന്ന് ഞാൻ സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. ഒന്നും കൂടെ ഉറക്കെ പറഞ്ഞേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അച്ഛൻ ഇവിടുന്ന് പറയുമ്പോൾ അതുപോലെ നിങ്ങൾ ഉറക്കെ പറയണം, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഞാൻ ചെയ്യുന്നത് അറിയുന്ന ദൈവം. ദാനിയേൽ പ്രവാചകന്റെ ഗ്രന്ഥത്തിലെ 10-ാമത്തെ അധ്യായം എടുത്ത് പഠിച്ചുകൊണ്ടാണ് ഈ ഒരു ആത്മീയ വിഷയത്തെ നാം സമീപിക്കാൻ പോകുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ചെയ്യുന്നത് എൻ്റെ ദൈവം അറിയുന്നുണ്ട്. ആത്മാർത്ഥതയോടെയാണെങ്കിലും അല്ലെങ്കിലും ഞാൻ ചെയ്യുന്ന ഓരോന്നും എൻ്റെ ദൈവം അറിയുന്നുണ്ട്. ഇന്ന് നിരവധി ആളുകളുടെ ഉള്ളിൽ ഒരു സങ്കടമുണ്ട്, അല്ലെങ്കിൽ ഒരു സംശയമുണ്ട്, അല്ലെങ്കിൽ ഒരു അവ്യക്തതയുണ്ട്. എന്താണെന്നറിയോ? അവ്യക്തത ഇതാണ്: ഞാൻ എടുക്കുന്ന ഈ ഉപവാസം ദൈവം അറിയുന്നുണ്ടോ? ഈ വചനം കേൾക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നത് എൻ്റെ ദൈവം കാണുന്നുണ്ടോ? ഞാൻ വെള്ളിയാഴ്ച തോറും മാംസവർജനം ചെയ്യുന്നത് ദൈവം അറിയുന്നുണ്ടോ? ഞാൻ ചെയ്യുന്ന കുരിശിൻ്റെ വഴി ദൈവം കാണുന്നുണ്ടോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ദൈവം അറിയുന്നുണ്ടായിരിക്കില്ലായിരിക്കും. ദൈവത്തിൻ്റെ അടുത്തേക്ക് എത്തുന്നുണ്ടാവോ? ഇങ്ങനെയൊക്കെ ചിന്തിച്ച് ഇതിനെക്കുറിച്ച് ആത്മീയ പരിജ്ഞാനം ഇല്ലാത്തത് കൊണ്ട് ആത്മീയ കാര്യങ്ങളിൽ നിന്ന് പതുക്കെ പതുക്കെ പുറകോട്ട് പോകുന്ന ദൈവമക്കളെ അച്ഛൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിൽ ഈ കാര്യത്തെക്കുറിച്ച് ദൈവം നമുക്ക് വെളിപ്പെടുത്തൽ നൽകിയിട്ടുണ്ട്. ദാനിയേലിന്റെ പുസ്തകത്തിൽ 10-ാം അധ്യായത്തിൽ 12-ാമത്തെ തിരുലിഖിതം, അവൻ ഇത് പറഞ്ഞപ്പോൾ ഞാൻ വിറയലോടെ നിവർന്നു നിന്നു. ദാനിയേലിന്റെ അരികിൽ ഒരു ദൈവദൂതൻ വന്നു. ആ ദൈവദൂതൻ ചില നിർദ്ദേശങ്ങൾ കൊടുത്തു. അപ്പോൾ ദാനിയേൽ പറയാണ്, അവൻ അത് പറഞ്ഞപ്പോൾ ഞാൻ നിവർന്ന് വിറയലോടെ നിന്നു. ദൈവദൂതൻ പറഞ്ഞു, ദാനിയേലേ, ഭയപ്പെടണ്ട. ശരിയായി അറിയുന്നതിന് നീ നിന്റെ ദൈവത്തിന്റെ മുമ്പിൽ നിന്നെ തന്നെ എളിമപ്പെടുത്താൻ തുടങ്ങിയ ദിവസം മുതൽ നിന്റെ പ്രാർത്ഥന കേൾക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ ദൈവത്തിന്റെ മുമ്പിൽ നീ എളിമപ്പെടുത്താൻ തുടങ്ങിയ ആ ദിവസം ഉണ്ടല്ലോ, ആ ആദ്യത്തെ ദിവസം മുതൽ നീ ചെയ്ത കാര്യങ്ങളെല്ലാം ദൈവത്തിന് മുമ്പിൽ വിലയുള്ളതായിട്ടുണ്ട്. ദൈവം അത് ശ്രദ്ധിച്ചിട്ടുണ്ട്. ദൈവം അതെല്ലാം മുഖവിലേക്ക് എടുത്തിട്ടുണ്ട്. നീ നിന്റെ ദൈവത്തിന്റെ മുമ്പിൽ എളിമപ്പെടുത്താൻ തുടങ്ങിയ ദിവസം മുതൽ നിന്റെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ കേൾക്കപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് വീണ്ടും പറയുകയാണ്, നിന്റെ പ്രാർത്ഥന നിമിത്തമാണ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത്. നോക്ക്, ദാനിയേലിന്റെ പ്രാർത്ഥന ദൈവസന്നിധിയിലെത്തി. ദാനിയേൽ തന്നെ തന്നെ എളിമപ്പെടുത്തിയത് ദൈവസന്നിധിയിലെത്തി. ദൈവം അതിന് വിലയിട്ടു. സർവശക്തനായ ദൈവത്തിനും അതിന് വിലയുണ്ടായി. ദൈവം ശ്രദ്ധിച്ചു. നടപടികൾ ഉണ്ടാവുകയാണ്. ഇതാ, നീ എളിമപ്പെടുത്താൻ തുടങ്ങിയ ദിവസം മുതൽ നിന്റെ പ്രാർത്ഥന കേൾക്കപ്പെട്ടിരിക്കുന്നു. എന്നൊക്കെ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെ തന്നെ എളിമപ്പെടുത്തുന്നത്, നമ്മളെ തന്നെ താഴ്ത്തുന്നത്, ഓരോന്നും ദൈവം ശ്രദ്ധിക്കുന്നുണ്ട്. അത് ദൈവ സന്നിധിയിൽ എത്തുന്നുണ്ട്. ദൈവം അത് മുഖവിലേക്ക് എടുക്കുന്നുണ്ട്. ദൈവം അതിനനുസരിച്ച് നമ്മൾ പറയുന്നത് പ്രാർത്ഥിക്കുന്നത് ശ്രദ്ധിക്കുന്നുണ്ട്. ഇനി എങ്ങനെയാണ് ദാനിയേൽ എളിമപ്പെടുത്തിയത്? അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. ദാനിയേലിന്റെ പുസ്തകത്തിൽ 10-ാം അധ്യായം 2 മുതലുള്ള വാക്യങ്ങൾ അത് നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട്. ദാനിയേൽ എന്ന ഞാൻ 3 ആഴ്ച കാലത്തേക്ക് വിലാപം ആചരിക്കുകയായിരുന്നു. ആ 3 ആഴ്ചക്കാലം മുഴുവൻ ഞാൻ രുചികരമായ ഭക്ഷണം കഴിക്കുകയോ മാംസവും വീഞ്ഞും ആസ്വദിക്കുകയോ സുഗന്ധ ലേപനം പൂശുകയോ ചെയ്തില്ല. ദാനിയേലിന്റെ ജീവിതത്തിൽ സാധാരണ ചെയ്തതുപോലെ അല്ല ആ 3 ആഴ്ച കാലം. വിലാപം ആചരിക്കുന്നവനെ പോലെ ദാനിയേലിന്റെ ജീവിതത്തിന്റെ ടൈം ടേബിൾ മാറ്റി. മാംസഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ദാനിയേൽ അല്ലെങ്കിൽ അത് കഴിക്കണ്ടെന്ന് തീരുമാനം എടുത്തു. മത്സ്യം, മാംസം, മുട്ട ഇതൊക്കെ ഉപേക്ഷിക്കുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു തന്നെ എളിമപ്പെടുത്തുന്ന ഒരു പ്രവൃത്തിയാണ്. ചാക്കൊടുത്ത് ചാരം പൂശിയിരിക്കുന്നത് തന്നെ എളിമപ്പെടുന്ന പ്രവൃത്തിയാണ്. ഉപവാസം പ്രഖ്യാപിക്കുന്നത് തന്നെ എളിമപ്പെടുത്തുന്ന പ്രവൃത്തിയാണ്. കുരിശിന്റെ വഴി നടത്തുന്നത് തന്നെ എളിമപ്പെടുത്തുന്ന പ്രവൃത്തിയാണ്. ഓരോ തരത്തിലും ചെറിയ ചെറിയ ജോലികൾ ചെയ്യുന്നത് തന്നെ എളിമപ്പെടുത്തുന്ന പ്രവൃത്തിയാണ്. ദൈവത്തിന്റെ വചനം പറയാണ്, ഞാൻ വിലാപം ആചരിക്കുകയായിരുന്നു. 3 ആഴ്ചക്കാലം ഞാൻ രുചികരമായ ഭക്ഷണം ഒന്നും കഴിച്ചില്ല.
നമുക്ക് ഇഷ്ടപ്പെട്ടൊരു മിഠായി ഉപേക്ഷിക്കുന്നത് അത് ഒരു കാര്യമാണത്. നമുക്ക് ഇഷ്ടപ്പെട്ട രുചികരമായൊരു ഭക്ഷണം വേണ്ടെന്ന് വെക്കുന്നത്, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സീറ്റ് വേണ്ടെന്ന് വെച്ച് നിലത്ത് പോയി ഇരിക്കുന്നത്, അതെല്ലാം വിലയുള്ളതാണ്. ദൈവചിന്തയോടെ ചെയ്യുമ്പോൾ, ആത്മീയ അന്തരീക്ഷത്തിൽ ചെയ്യുമ്പോൾ അതെല്ലാം വിലയുള്ളതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രുചികരമായ ഭക്ഷണം കഴിക്കുകയോ മാംസവും വീഞ്ഞും ആസ്വദിക്കുകയോ സുഗന്ധലേപനം നടത്തുകയോ ഞാൻ ചെയ്തില്ല. ദാനിയേൽ തന്നെ എളിമപ്പെടുത്തി. പ്രിയപ്പെട്ട സഹോദരൻ, ഇത് ദൈവസന്നിധിയിൽ സ്വീകാര്യമായി. നിന്നെ എളിമപ്പെടുത്താൻ തുടങ്ങിയ ആ ദിവസം മുതൽ നിന്റെ പ്രാർത്ഥന കേൾക്കപ്പെട്ടിരിക്കുന്നു. ഈ 3 ആഴ്ചക്കാലത്തെ തന്നെ ആ ദൈവത്തിന് മുമ്പിൽ താഴ്ത്തിയുള്ള ജീവിതം ഉണ്ടല്ലോ, ദൈവം വളരെ വിലമതിച്ച്. അങ്ങനെയുള്ള ജീവിത രീതിക്ക് വിലയുണ്ട്. നമ്മൾ 3 നോമ്പ് എടുക്കുന്ന വിലയുണ്ട്, 9 നോമ്പ് എടുക്കുന്ന വിലയുണ്ട്, 15 നോമ്പ് എടുക്കുന്ന വിലയുണ്ട്, 25 നോമ്പ്, 50 നോമ്പ്, ഇതിനൊക്കെ വിലയുണ്ട്. തന്നെ താഴ്ത്തി വിലാപം ആചരിക്കുന്നവനെ പോലെ നടക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ രുചികരമായ കാര്യങ്ങളെല്ലാം വേണ്ടെന്ന് വെച്ച്, ആർഭാടമായ രീതികളൊക്കെ വേണ്ടെന്ന് വെച്ച് അങ്ങനെ തന്നെ താഴ്ത്തി നടക്കുന്ന സമയങ്ങൾ, അതിന് വിലയുണ്ട് സഹോദരങ്ങളെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ്, നീ നിന്നെ തന്നെ താഴ്ത്താൻ തുടങ്ങി അന്ന് തൊട്ട് നിന്റെ പ്രാർത്ഥന കേൾക്കപ്പെട്ടിരിക്കുന്നു. സ്വർഗത്തിൽ നിന്നൊരു ദൂതനെ അയച്ചിരിക്കുകയാണ്. ഇനി അടുത്ത വാക്യം, 1-ാം മാസം 24-ാം ദിവസം ഞാൻ ടൈഗ്രീസ് എന്ന മഹാനദിയുടെ കരയിൽ നിൽക്കുകയായിരുന്നു. ഞാൻ കണ്ണുയർത്തി നോക്കിയപ്പോൾ ചണവസ്ത്രവും ഊഫാസിലെ സ്വർണവും കൊണ്ടുള്ള ആരപ്പട്ടയും ധരിച്ച ഒരുവനെ ഞാൻ കണ്ടു. അവന്റെ ശരീരം ഗോമേതകം പോലെയും മുഖം മിന്നൽ പോലെയും കണ്ണുകൾ ജ്വലിക്കുന്ന പന്തം പോലെയുമായിരുന്നു. അവന്റെ കൈകാലുകൾ മിനുക്കിയ ഓടിന്റെ ഭംഗിയുള്ളതും സ്വരം ജനക്കൂട്ടത്തിന്റെ ഇരമ്പൽ പോലെയുമായിരുന്നു. ദാനിയേലായ ഞാൻ മാത്രം ഈ ദർശനം കണ്ടു. എന്നോടൊപ്പം ഉണ്ടായിരുന്നവർ അത് കണ്ടില്ല. മഹാഭീതി പിടിപെട്ട് അവർ ഓടി ഒളിച്ചു. അങ്ങനെ തനിച്ചായ ഞാൻ ഈ മഹാദർശനം കണ്ടു. എൻ്റെ ശക്തി ചോർന്നു പോയി. എൻ്റെ മുഖം തിരിച്ചറിയാൻ പറ്റാത്ത വിധം മാറിപ്പോയി. എൻ്റെ ശക്തി അറ്റു. അപ്പോൾ ഞാൻ അവൻ്റെ സ്വരം കേട്ടു. അവൻ്റെ സ്വരം ശ്രവിച്ച് ഞാൻ പ്രജ്ഞയറ്റ് നിലം പതിച്ചു. എന്നാൽ ഒരു കരം എന്നെ സ്പർശിച്ചു. അവൻ എന്നെ എഴുന്നേൽപ്പിച്ചു. വിറയലോടെയാണെങ്കിലും മുട്ടും കൈ ഊന്നി ഞാൻ നിന്നു. അവൻ എന്നോട് പറഞ്ഞു, ഏറ്റവും പ്രിയങ്കരനായ ദാനിയേലേ, എഴുന്നേൽക്കുക. ഞാൻ നിന്നോട് പറയുന്ന വാക്കുകൾ നീ ശ്രദ്ധിച്ച് കേൾക്കുക. എന്നെ നിന്റെ അടുത്തേക്ക് അയച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പ്രാർത്ഥന ദൈവത്തിന്റെ സന്നിധിയിൽ സ്വീകാര്യമായി കഴിഞ്ഞപ്പോൾ സ്വർഗത്തിലെ ദൂതനെ, സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾ, സ്വർഗത്തിന്റെ ആത്മാവിനെ, സ്വർഗത്തിന്റെ നന്മകൾ പിന്നെ ആ വ്യക്തിയുടെ മേൽ ദൈവം ധാരാളമായി വർഷിക്കുകയാണ്. ഇപ്പോൾ ഇതാ സ്വർഗദൂതനെ അങ്ങോട്ട് അയച്ചിരിക്കുകയാണ്. ഇതാ എന്നെ നിന്റെ പക്കലേക്ക് അയച്ചിരിക്കുകയാണ്. ആരാണ് അയച്ചത്? നമ്മുടെ സ്വർഗസ്ഥനായ അതായത് നമ്മുടെ ഓരോ പ്രാർത്ഥനകളും, നമ്മുടെ ഓരോ കാര്യങ്ങളും സ്വർഗസ്ഥനായ പിതാവ് അറിയുന്നുണ്ട്. അത് പിതാവിനെ ഒന്നുകിൽ ദുഃഖിപ്പിക്കുന്നു അല്ലെങ്കിൽ സന്തോഷിപ്പിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ദൈവം നമുക്കൊരു ദിവസം തന്നിരിക്കുകയാണ്, അല്ലെങ്കിൽ ദൈവം ഇന്നലെ ഒരു ദിവസം നമുക്ക് തന്നു. ആ ഒരു ദിവസത്തെ പ്രവർത്തനത്തിൽ ഞാൻ ഒന്നുകിൽ എൻ്റെ ഓരോ പ്രവൃത്തികൾ വഴി എൻ്റെ സ്വർഗസ്ഥനായ പിതാവിനെ ദുഃഖിപ്പിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഓരോ പ്രവർത്തനങ്ങൾ വഴി നമ്മുടെ സ്വർഗസ്ഥനായ പിതാവിനെ സന്തോഷിപ്പിക്കുന്നു. എങ്ങനെയാണ് ഓരോരുത്തരുടെ ഹൃദയത്തിൻ്റെ സ്ഥിതി എന്ന് ചിന്തിക്കണം. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം തന്ന ഈ ഒരു ദിവസം നമ്മുടെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന വിധത്തിൽ ഓരോ കാര്യങ്ങൾ ചിട്ടപ്പെടുത്താൻ നമ്മളെ തന്നെ താഴ്ത്തി എളിമപ്പെടുത്തി ദൈവത്തിന് പ്രിയങ്കരമായി ജീവിക്കണം എന്നൊരു ഉത്സാഹം ഹൃദയത്തിലേക്ക് നിറയുന്നുണ്ടോ? ഈ നിമിഷം നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവേ, പിതാവിനെ പ്രസാദിപ്പിക്കുന്ന, ദൈവത്തെ പ്രീതിപ്പെടുത്തുന്ന നല്ലൊരു ജീവിതം തരണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കാം. യേശുവിന്റെ ആത്മാവേ, എൻ്റെ മേൽ കൃപ നിറയ്ക്കണമേ. യേശുവിന്റെ ആത്മാവേ, എൻ്റെ മേൽ ദാനങ്ങൾ നിറയ്ക്കണമേ. രണ്ട് കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ കൃപയുടെ ആത്മാവേ, ഓ അഭിഷേകത്തിന്റെ ആത്മാവേ, എൻ്റെ മേൽ നിറയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, 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 ഇപ്പോൾ നിറയണമേ, ഇപ്പോൾ നിറയണമേ. യേശുവിനാത്മാവേ, നിറയട്ടെ, കുടുംബങ്ങളിലേക്ക് അഭിഷേകം നിറയട്ടെ. സ്വർഗീയ ശക്തിയാ നിറയ്ക്കൂ, വരദാന ഫലങ്ങൾ നൽകൂ. സ്വർഗീയ ശക്തിയാ നിറയ്ക്കൂ, വരദാന ഫലങ്ങൾ നൽകൂ. സ്വർഗീയ ശക്തിയാ നിറയ്ക്കൂ, വരദാന ഫലങ്ങൾ നൽകൂ. Praise the Lord.
Praise the Lord. ഹല്ലേലൂയ. Hallelujah. ഇതാ എൻ്റെ യേശു, തിരുവോസ്തിരൂപനാമീശു. ഇതാ എൻ്റെ യേശു, തിരുവോസ്തിരൂപനാമീശു. കാണുന്നു ഞാൻ അൾത്താരയിൽ സ്നേഹത്തിൻ ഭോജനമേ. ദാഹാർത്തരേ വന്നിടുവിൻ, ആത്മീയ ജീവനിതാ. ഇതാ എൻ്റെ യേശു, തിരുവോസ്തിരൂപനാമീശു. ഇതാ എൻ്റെ യേശു, തിരുവോസ്തിരൂപനാമീശു. ഹല്ലേലൂയ. Hallelujah. യേശുവേ ആരാധന. യേശുവേ ആരാധന. ഈ നിമിഷങ്ങളിൽ രണ്ട് കരങ്ങൾ ഉയർത്തി ഓരോരുത്തരുടെയും ഹൃദയവേദനകളും വേദനകളും ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാം. ഏറ്റവും കൂടുതലായി വചനം അനുസരിക്കാൻ ഉള്ള ഒരു നല്ല മനസ്സ് കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ച് ഇപ്പോൾ യേശുവിനെ നാമം വിളിച്ചപേക്ഷിക്കാം. എല്ലാവരും കൈകൾ ഉയർത്തി ഉറക്കെ യേശുവേ യേശുവേ എന്ന് വിളിക്കട്ടെ. യേശുവേ 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 യേശുവേ. കരങ്ങൾ ഉയർത്തി സ്വരമുയർത്തി ഒരുമിച്ച് ഉറക്കെ വിളിക്കുന്നു യേശുവേ 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 യേശുവേ. ഇതാ എൻ്റെ യേശു, തിരുവോസ്തിരൂപനാമീശു. ഇതാ എൻ്റെ യേശു, തിരുവോസ്തിരൂപനാമീശു. അഗ്നി അഭിഷേകാഗ്നി ചൊരിയുക ആത്മാവിൻ അഗ്നി. യേശുവിൽ വളരാൻ തിന്മയെ ജയിക്കാൻ നിറയ്ക്കുക അഭിഷേകാഗ്നി. അഗ്നി അഭിഷേകാഗ്നി ചൊരിയുക ആത്മാവിൻ അഗ്നി.